നല്ല ഇളതായിട്ടുള്ള മൂക്കാത്ത രണ്ട് പൂക്കുലയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ലേഹ്യം നല്ലപോലെ തിളച്ചു വരുന്നുണ്ട്, കുറുതായി എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഒന്നും കൂടി അങ്ങനെ ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ ലേഹ്യം പാകമായിട്ടുണ്ട്, നമുക്ക് ഇറക്കി വെക്കാം. ഹായ് ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പൂക്കുല ലേഹ്യാണ് കേട്ടോ. അതിനായിട്ട് രണ്ട് ഇളതായിട്ടുള്ള അധികം മൂക്കെത്താത്ത രണ്ട് പൂക്കുലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒത്തിരി മൂത്ത് പാകമായിട്ടുള്ള പൂക്കുല നമ്മൾ പൂക്കുല ലേഹ്യത്തിന് എടുക്കാറില്ല, ഇളതായിട്ടുള്ള പൂക്കുലയാണ് എടുക്കേണ്ടത് കേട്ടോ. പൂക്കുലയുടെ തോൽഭാഗം നമുക്ക് ഇതുപോലെ പൊളിച്ച് മാറ്റിയെടുക്കാം. അപ്പൊ നമുക്ക് ഇതുപോലെ അല്ലികളോട് കൂടിയ ഭാഗം കിട്ടും. അപ്പൊ ആദ്യം നമ്മളൊരു ചെറിയ പൂക്കുലയാണ് നമ്മൾ തോല് പൊളിച്ചെടുത്തത്. ഇനി നമുക്ക് അടുത്തതും കൂടി ഒന്ന് പൊളിച്ചെടുക്കാം. അതിന് ധാരാളം നല്ല അല്ലികളോട് കൂടിയിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. പൂക്കുലയുടെ തോൾഭാഗം നമ്മൾ അടർത്തിയെടുത്താൽ പിന്നെ ഇത് കഴുകാനൊന്നും പാടില്ല കേട്ടോ. കഴുകാതെ തന്നെ അതിന്റെ നല്ല ഭാഗം അരയ്ക്കാനായിട്ടുള്ള ഇളതായിട്ടുള്ള ഭാഗം നമുക്ക് മുറിച്ചെടുക്കാം. ഇപ്പോ നമ്മൾ ആദ്യം എടുത്തത് നല്ലപോലെ ഇളതായിട്ടുള്ള ഒരു പൂക്കുലയാണ്. അതിന് നമുക്ക് കടഭാഗം അറ്റം വെച്ച് നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അതിന്റെ കേടുപോലുള്ള ഭാഗം നമ്മൾ എടുക്കുന്നില്ല, അതിന്റെ താഴെ വെച്ചിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ചെറുതാക്കി നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്ത് നമുക്കിതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കഴുകാനൊന്നും പാടില്ല, കുക്കറിൽ നമ്മൾ കഴുകില്ല സാധാരണ. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് രണ്ടാമതും പൊടിച്ചെടുത്ത വലിയ പൂക്കുലയും കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇത് കുറച്ചും കൂടി ഇത് മൂപ്പെത്തിയിട്ടുണ്ട്. അപ്പൊ അതിന് തുമ്പുഭാഗം ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്തെടുത്ത് ചെറിയ പീസസ് ആക്കി കുക്കറിനകത്തേക്ക് ഇടുന്നുണ്ട്. ബാക്കിയുള്ള പൂക്കുലയുടെ ഭാഗം നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഒടിച്ചു നോക്കുമ്പോൾ ഒടിഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ അത് മൂത്തിട്ടില്ല. അപ്പൊ നമുക്ക് ആ ഭാഗം അത്രയും ഭാഗം വെച്ച് നമുക്ക് ഒടിച്ചൊടിച്ചെടുക്കാം കേട്ടോ. ഒടിച്ചിട്ട് ഒടിഞ്ഞു കിട്ടാത്ത ആ ഭാഗം വെച്ച് നമുക്ക് പിന്നെ എടുക്കേണ്ടതില്ല. ഇങ്ങനെ കൈകൊണ്ട് ഒടിച്ചിട്ട് കിട്ടുന്ന ആ ഭാഗം മാത്രം അടർത്തിയെടുത്ത് അതും കട്ട് ചെയ്ത് നമുക്ക് കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ പൂക്കുല അരിഞ്ഞ് അതിൽ പാൽ ഒഴിച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കണം, അല്ലെങ്കിൽ പൂക്കുലയുടെ കളറൊന്നും മാറിപ്പോകും. രണ്ട് പൂക്കുലയുടെ ലേഹ്യം ഉണ്ടാക്കാനായിട്ട് നമുക്ക് രണ്ട് വലിയ നാളികേരത്തിന്റെ തേങ്ങ പീര ചിരകി പാലെടുത്താൽ മതിയാകും. ഇനി ചെറിയ നാളികേരാണെങ്കിൽ നമുക്ക് 3 ചെറിയ നാളികേരം നമുക്ക് ചിരകി അതിന്റെ പാലെടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ ഒന്നാം പാലാണ് എടുക്കുന്നത്. വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് തേങ്ങ ഒതുങ്ങി കിട്ടാൻ പാകത്തിനുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്കിത് മിക്സിയിൽ ഒതുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഫുള്ളായിട്ടും ആ തേങ്ങ പീരയിലുള്ള പാല് കിട്ടത്തക്ക വിധം ഇതുപോലെ ഒരു പുത്തൻ തോർത്തില് നമുക്ക് ഈ തേങ്ങാപ്പീരയിട്ട് നല്ലപോലെ പിഴിഞ്ഞ് ഇതുപോലെ എടുക്കാം. അപ്പൊ ഒട്ടും തന്നെ പാല് നഷ്ടപ്പെടാതെ തേങ്ങയിലുള്ള പാല് മുഴുവനായിട്ടും നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇങ്ങനെ 2 പ്രാവശ്യമായിട്ട് നമ്മൾ 2 നാളികേരത്തിന്റെ തേങ്ങ പീല മിക്സിയിലിട്ട് ഒതുക്കി കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് ഒതുക്കി നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ പാല് നഷ്ടപ്പെടാതെ പൂർണ്ണമായിട്ടും നല്ല കുറുതായിട്ടുള്ള പാല് നമുക്ക് കിട്ടും. അപ്പൊ നമ്മൾ 2 പ്രാവശ്യമായിട്ട് ആ തേങ്ങാപ്പീല പിഴിഞ്ഞെടുത്ത പാലാണ്. അതിൽ നിന്ന് ഞാൻ 2 കപ്പ് മെഷറിംഗ് കപ്പാണ്, 250 ml ആണ് മെഷറിംഗ് കപ്പിന്റെ അളവ്. അതിൽ 2 കപ്പ് ഒന്നാം പാല് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി കുറച്ച് പാലും കൂടി ഉണ്ട്. ആ പാലിൽ കൂടെ നമുക്ക് ഇനി ബാക്കി വന്ന തേങ്ങയുടെ ആ കോച്ച ഒന്നും കൂടി നമുക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത്, മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഒന്നും കൂടി നമുക്ക് ആ പീല 2 പ്രാവശ്യം ഒന്ന് നമുക്ക് ഒതുക്കി പിഴിഞ്ഞെടുക്കാം. അപ്പൊ തേങ്ങയിലുള്ള രണ്ടാം പാല് നമ്മൾ ഇതുപോലെ തന്നെ 1 കപ്പ് വെള്ളം വീതം ഒഴിച്ച് 1-2 പ്രാവശ്യമായിട്ട് പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് രണ്ടാം പാലും കിട്ടി. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് മാക്സിമം കുറുതായിട്ടുള്ള പാൽ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ കുക്കറിലിട്ട ആ പൂക്കുലയിലേക്ക് രണ്ടാം പാല് നമുക്ക് ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പൊ ഈ തേങ്ങ ഞാൻ ചിരകി പാലെടുത്ത് നേരത്തെ വെച്ചിരുന്നു. പൂക്കുല കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെക്കേണ്ടതാണ്. അപ്പോ നേരത്തെ തന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞു വെച്ച് പൂക്കുല കട്ട് ചെയ്തെടുത്ത ഉടനെ തന്നെ രണ്ടാം പാലൊഴിച്ച് നമുക്ക് കുക്കർ അടച്ച് 2-3 വിസിലിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമ്മൾ അരിഞ്ഞെടുത്ത ആ പൂക്കുലയുടെ മുകളിൽ പാല് നിൽക്കാൻ പാകത്തിന് അത്രയും ആണ് അളവില് തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മളിത് വേവിച്ചെടുക്കണം. 3 വിസിൽ വന്നതിന് ശേഷം നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം നമുക്ക് ഇത് 2 പ്രാവശ്യമായിട്ട് മിക്സിയിൽ ഇട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് വെക്കാം. നല്ല പോലെ കുഴമ്പ് രൂപത്തിൽ വെണ്ണ പോലെ ഇത് അരിഞ്ഞു കിട്ടും കേട്ടോ.
രണ്ട് തവണയായിട്ട് നമ്മൾ പൂക്കലെല്ലാം നല്ലപോലെ കുഴമ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂക്കലിലേഹ്യം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് പൊടിമരുന്നാണ്. ഇത് നമുക്ക് അങ്ങാടി കടയിൽ നിന്നും ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. പൂക്കലിലേഹ്യത്തിനുള്ള പൊടിമരുന്ന് എന്ന് പറഞ്ഞാൽ മതി. അവർ ഒന്നില്ലെങ്കിൽ നമുക്കത് പൊടിയായിട്ട് തരും, അല്ലെങ്കിൽ നമുക്ക് കുറെ മരുന്നുകളുടെ കൂട്ട് തരും. അത് നമ്മൾ ചൂടാക്കി പൊടിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് പൂക്കലിലേഹ്യം ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് കരിപ്പട്ടി ചക്കരയാണ്. 1/2 കിലോ വീതമുള്ള 2 ചക്കരയുടെ കട്ടയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. ഒത്തിരി വെള്ളമൊന്നും ചേർക്കാതെ ചെറുതായിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താൽ മതി. ഒരു 1/2 കിലോയുടെ ചക്കര മുഴുവനായിട്ടും മറ്റേ 1/2 കിലോയുടെ അതിന്റെ പകുതിയും കൂടി എടുത്ത് നമ്മൾ 3/4 കിലോ ചക്കരയാണ് നമ്മൾ പൂക്കലിലേക്ക് എടുക്കുന്നത്. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളം മാത്രം ചേർത്ത് ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുത്ത് നമുക്ക് ആ ശർക്കര പാനി അവിടെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം ഉരുളി കഴുകി തുടച്ച് അതിനകത്തേക്ക് അടുപ്പത്ത് വെക്കാം. അതിനകത്തേക്ക് 2-3 ടീസ്പൂൺ നറുനെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ മാറ്റി വെച്ച ശർക്കര പാനി ഒരു അരിപ്പയിലോട്ട് ഒഴിച്ച് അരിച്ച് നമുക്ക് ഉരുളിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനിയും നെയ്യും നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1/4 പാല് 2 കപ്പ് മെഷറിംഗ് കപ്പിൽ 2 കപ്പ് 1/4 പാല് മാറ്റി വെച്ചത് ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കര പാനിയും നാളികേരപ്പാലും ചേർന്ന് നല്ലപോലെ ഒന്ന് തിളച്ചു വരുമ്പോൾ നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള പൂക്കുലയുടെ ആദ്യത്തെ ഭാഗം അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് രണ്ടാമത്തെ ഭാഗം കൂടി നമുക്ക് അരച്ചെടുത്ത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ എടുത്തു വെച്ച പൂക്കുല ആദ്യം തന്നെ ഒട്ടും തന്നെ കറ പിടിക്കാതെ വേവിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ കറുത്തു പോകാതെ അരച്ചെടുത്ത് നമ്മൾ ശർക്കര പാനിയിലോട്ട് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളച്ചു വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. 2 പ്രാവശ്യം നമ്മൾ അരച്ചെടുത്ത പൂക്കുല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി വീണ്ടും വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. സ്റ്റൗവിന്റെ ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ നമുക്ക് ഇട്ടിട്ട് നമുക്കിത് ചെയ്യാം. അപ്പൊ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ തിളച്ച് നല്ലപോലെ ഒന്ന് കുറുതായി വരണം. അതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റി വരുന്തോറും ഇതിന്റെ കളറ് കുറേശ്ശെ ഒന്ന് ചേഞ്ചായി മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നല്ലപോലെ കളറൊന്ന് ചേഞ്ചായി മാറി വരുമ്പോൾ നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറണത് നമുക്ക് കാണാൻ പറ്റും. വെള്ളമെല്ലാം നല്ലപോലെ വറ്റി കഴിയുമ്പോൾ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് കാണാം. ആ ഒരു പരുവം ആകുന്നത് വരെ നമ്മളിങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നല്ലപോലെ തിളച്ച് കുറുതായി വരുമ്പോൾ സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിടാം. എന്നിട്ട് നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ഇപ്പൊ ഇതാ ഒന്നും കൂടി കുറുതായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൊടിമരുന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. എന്തൊക്കെയാണ് നമ്മൾ പൊടിമരുന്നിൽ ചേർത്തിരിക്കുന്ന ആയുർവേദ മരുന്നുകൾ എന്ന് നമുക്ക് കാണാം. അശ്വഗന്ധ, മഞ്ഞൾ, ചുക്ക്, കുരുമുളക്, തിപ്പല്ലി, മുത്തങ്ങ കിഴങ്ങ്, നാഗപ്പൂവ്, അരികൾ 6, മല്ലി, ജീരകം 3, അയമോദകം, ചതവുപ്പ, ആശാളി, ഉലുവ, അമുക്കരം, എള്ള്, ഏലക്ക, പട്ട, ചുക്ക്, കുരുമുളക്, ഗ്രാമ്പു എന്നീ ആയുർവേദ മരുന്നുകളെല്ലാം ചേർത്ത് പൊടിച്ചതാണ് നമ്മൾ ഇതിൽ ചേർക്കുന്ന പൊടിമരുന്ന്. നമുക്ക് ഇങ്ങനെ മരുന്നുകൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു വാങ്ങിച്ച് നമുക്ക് വീട്ടിൽ ചൂടാക്കി പൊടിച്ചെടുക്കാം. അല്ലെങ്കിൽ അങ്ങാടി കടയിൽ നമുക്ക് പൂക്കുല ലേഹ്യത്തിൽ ചേർക്കാനുള്ള പൊടിമരുന്ന് എന്ന് പറഞ്ഞാൽ അവർ പൊടിച്ച മരുന്ന് കൂട്ട് തരും. അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ പൊടിമരുന്നും കൂടി ചേർത്ത് നല്ലപോലെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ ഇളക്കി നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അല്പം നെയ്യും കൂടി നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് 5-6 ടീസ്പൂൺ നെയ്യ് നമുക്ക് ചേർക്കാട്ടോ. ഞാനിപ്പോ ഇവിടെ 3 ടീസ്പൂൺ നെയ്യും കൂടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നാളികേരപ്പാലൊക്കെ വറ്റി വരുമ്പോ തന്നെ നല്ലപോലെ നെയ്യ് തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് ചേർന്നൊന്ന് ഒരു ടേസ്റ്റ് വരാൻ വേണ്ടി മാത്രം നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പൊ നല്ലപോലെ വറ്റി നല്ലപോലെ ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് കറുത്ത കളറിലോട്ട് മാറി വന്നിട്ടുണ്ട്. നന്നായി വെള്ളാംശം എല്ലാം വറ്റിയതിനു ശേഷം നല്ല ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറി നെയ്യൊക്കെ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ലേഹ്യം ഇറക്കി വെക്കാവുന്നതാണ്. ഇനി നമ്മൾ ഉണ്ടാക്കിയ ലേഹ്യം അങ്ങനെ ഉറക്കാതെ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ അല്പം വെള്ളമൊക്കെ കൂടി പോയെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് അരി വറുത്ത് പൊടിച്ച പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ വറുത്ത അരിപ്പൊടി ആയാലും ശകലം ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്താലും മതിയാകും കേട്ടോ. അപ്പൊ ആവശ്യത്തിന് നെയ്യൊക്കെ ചേർത്ത് നമുക്കൊന്നും കൂടി ഇതൊന്ന് മുറുക്കി എടുക്കാവുന്നതാണ്. ലേഹ്യം നല്ലപോലെ ചൂടാറി തണുത്തതിന് ശേഷം നന്നായി വെയിലത്ത് വെച്ച് കഴുകി ഉണക്കി തുടച്ച ബോട്ടിലിലേക്ക് നമുക്ക് ലേഹ്യം പകർത്തി വെക്കാം.
അപ്പൊ 1 കിലോത്തിന്റെ ഒരു ബോട്ടിലില് ഫുള്ളായിട്ടും ഞാൻ ഈ ലേഹ്യം പകർത്തിയിട്ടുണ്ട്. 2 പൂക്കുല കൊണ്ട് നമുക്ക് ലേഹ്യം ഉണ്ടാക്കിയാൽ 1.25 കിലോളം ലേഹ്യം നമുക്ക് കിട്ടുന്നതാണ്. ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നമുക്ക് 1-2 ആഴ്ച കൊണ്ട് ഈ ലേഹ്യം നമുക്ക് ഉപയോഗിക്കാം, കേടുകൂടാതിരുന്നോളും. അതിനുശേഷം നമുക്ക് അധികം ദിവസം വെക്കണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചതിന് ശേഷം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മുതിർന്നവർക്കുണ്ടാകുന്ന നടുവേദനയ്ക്കും അതുപോലെ തന്നെ ശരീരപുഷ്ടിക്കും പൂക്കുല ലേഹ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ്. പ്രസവാനന്തരം ഉണ്ടാകുന്ന ധാതുക്ഷയം മാറ്റാനും ധാതുപുഷ്ടിക്കും സ്ത്രീകൾക്കുണ്ടാകുന്ന നടുവേദനയ്ക്കും മസിൽ വേദനയ്ക്കും പൂക്കുല ലേഹ്യം കഴിക്കുന്നത് നല്ലതാണ്. പ്രമേഹം, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവയ്ക്ക് ഒരു പരിഹാരം കൂടിയാണ് പൂക്കുല ലേഹ്യം. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും പ്രസവാനന്തരം സ്ത്രീകളുടെ ഗർഭാശയ ശുദ്ധി വരുത്താനും പൂക്കുല ലേഹ്യം കഴിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ ഗർഭാശയ സംബന്ധമായ പല അസുഖങ്ങൾക്കും പൂക്കുല ലേഹ്യം കഴിക്കുന്നത് വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ രീതിയിൽ എല്ലാവരും പൂക്കുല ലേഹ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കണേ. അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.